ഇന്ന് കഴിഞ്ഞ പെരുന്നാളിന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോക്ക് വസ്ത്രം വാങ്ങാൻ, ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയിടങ്ങിയത് 8-9 പീടിയല്ല. എവിടെ പോയിട്ട് മോക്ക് വെച്ച ഡ്രസ്സ് ഉണ്ടോ ചോദിച്ചാൽ ഓലെടുത്തിട്ടുണ്ട് പാൻറ് കുപ്പായും. ഞാൻ ചോദിച്ചു, ഇത് പെൺകുട്ടികളതില്ലേ? ഇതപ്പൊ സാറേ പെൺകുട്ടികളത്. അപ്പൊ അങ്ങനൊന്നുമില്ല. അപ്പൊ ആൺകുട്ടികൾ കഴിഞ്ഞ പെരുന്നാളിൽ ഒഴിവാക്കിയൊക്കെ പെൺകുട്ടികളാട്ടുക. ജെൻഡർ ന്യൂട്രൽ. അപ്പൊ എന്താ ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ആണിന്റെ വസ്ത്രം എടുത്ത് പെൺകുട്ടി ഇടുക. എന്നാ ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് ചുരിദാർ എടുത്ത് ആൺകുട്ടിയൊക്കെ ഇട്ട് കൊടുത്തൂടെ? സ്കൂളിലെ എല്ലാ ആൺകുട്ടികൾക്കും ചുരിദാർ യൂണിഫോം. ഒരു ആൺകുട്ടി ഇടൂല, നിങ്ങൾ പൊട്ടന്മാരെ ഇടുള്ളൂ. നിങ്ങളെ പാൻറ് കുപ്പായി ഇട്ട് നടക്കുക. നിങ്ങളെ ആരും പാൻറ് കുപ്പായി ഇട്ടാലാണാവുന്ന. അപ്പൊ ആൺകുട്ടികൾ ഈ പരിപാടിക്ക് കിട്ടുമോ? എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ നാളെ മുതൽ ചുരിദാറും ഷോളും നിർബന്ധം. ആൺകുട്ടികളും നാളെ വരുമ്പോൾ ചുരിദാറും ഷോളും ഇടണം. ആൺകുട്ടി ചുരിദാർ ഷോൾ ഇടണം. നിങ്ങൾക്ക് കാണാം. ഇടുവോ? ഇല്ല. എന്താ? അപ്പൊ ജെൻഡർ ന്യൂട്രലൊക്കെ ഇവിടുന്ന് അങ്ങട്ടാ, അവിടെ നിങ്ങട്ടില്ലേ? ഇല്ലേ? നിങ്ങൾ ചോദിക്കണ്ടേ? ഞങ്ങൾ ജെൻഡർ ന്യൂട്രൽ ആവാം, എല്ലാ ആൺകുട്ടികളും ചുരിദാർ ഇടട്ടെ. ഒരു മനുഷ്യടൂല. ഒന്ന് ഇടുക്കി കാണട്ടെ. ഞങ്ങൾ ആണുങ്ങളെ നേരെ വന്ന് അടിച്ച് കൈകാലം ഇടിക്കും. പെണ്ണുങ്ങൾക്ക് എന്തും നടക്കും അല്ലേ? പൊട്ടന്മാരിത് വിശ്വസിച്ച് സ്കൂളിൽ പറഞ്ഞിട്ട് ശരിയല്ലേ? സ്വാതന്ത്ര്യത്തിന്റെ കാലുകൾക്ക് സ്വാതന്ത്ര്യം, നില സ്വാതന്ത്ര്യം, കാലുകൾക്ക് സ്വാതന്ത്ര്യം, കൈകൾക്ക് സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? നിങ്ങളെ കാല് പാവാട കാല് പൊന്തിക്കാൻ പറ്റുമോ? ഇതെന്തിനാ ഈ പൊന്തിക്കണത് നിനക്കറിയാം? നിങ്ങൾ തെങ്ങുമ്പ് കയറാനായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചാൽ. അങ്ങനെ കാലുകൾക്ക് സ്വാതന്ത്ര്യം, കാതുകൾക്ക് സ്വാതന്ത്ര്യം അല്ലേ? പിന്നെ തലക്ക് സ്വാതന്ത്ര്യം, പിന്നെ ശരീരത്തിന് സ്വാതന്ത്ര്യം. അവസാനം ഒന്നും ഉണ്ടാവില്ല, മൊത്തം സ്വാതന്ത്ര്യം ആയിരിക്കും. ഇപ്പം തന്നെ അതിൻ്റെ അടുത്ത് എത്തിയാണ് അല്ലേ? എത്തിയാണ്. കഴിഞ്ഞില്ലേ കഥ? അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒളിച്ചു കിടത്താണ്. എല്ലാം അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട്, അസ്തിത്വം നഷ്ടപ്പെട്ട് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയപ്പെടാതെ പോവുക. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് 12 മണിക്ക് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു പെൺകുട്ടി കത്ത് കൊണ്ടു തന്നിന്. അവളത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടോളാം. അപ്പോ ഈ ഇത് കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ ചുരുക്കാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ചോദ്യത്തിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. പാനിടാൻ പറ്റുമോ? ചുണ്ട് ചോപ്പിക്കാൻ പറ്റുമോ? കണ്ണെഴുതാൻ പറ്റുമോ? ആൺകുട്ടിനെ കൂടെ നടക്കാൻ പറ്റുമോ? ഇടകലരാൻ പറ്റുമോ? ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? പ്രേമിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റുമോ? കന്നഡ പോയി കണ്ട് പഠിക്കാൻ പറ്റുമോ? ബ്രിട്ടനിൽ പോകാൻ പറ്റുമോ? എനിക്കെന്താ ബ്രിട്ടനിൽ പോയി പഠിച്ചാൽ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം നൽകേണ്ടത് നിങ്ങളെ ഉമ്മയല്ല, ബാപ്പയുമല്ല, ഞാനുമല്ല. പിന്നെ ആരാ? അവിടെയാണ് മുസ്ലിം വ്യത്യസ്തമാക്കുന്നത്. ഇനി ഈ ചോദ്യം ചോദിച്ചു വരരുത്. ഈ ചോദ്യം ചോദിച്ച ഉത്തരം ഞാനല്ല പറയേണ്ടത്, നിങ്ങളുടെ ഉമ്മയും പാപ്പയല്ല പറയേണ്ടത്. നിങ്ങൾ മുസ്ലിം ആണോ? ആദ്യം അത് ഡിഫൈൻ ചെയ്യുക. ആർ യു മുസ്ലിം ഓർ നോട്ട്? നിങ്ങൾക്ക് പറയാം ഞാൻ മുസ്ലിം അല്ല എന്ന്, പിന്നെ ഉത്തരമില്ല. നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാം. മുസ്ലിം അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാം, ഒരു കൺട്രോളും ഇല്ല. ഉണ്ടോ? തോന്നിയ പോലെ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ നല്ല മലയാളം തോന്നിയ പോലെ വസിക്കുക എന്നാണ് അല്ലേ? തോന്നിയ പോലെ വസിക്കുക എന്നതിന്റെ ഒരു നാടൻ പ്രയോഗം തോന്നിയാസം എന്നാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് തോന്നിയ പോലെ നടക്കുക. ആർ യു മുസ്ലിം ഓർ നോട്ട്? ഇഫ് യു ആർ എ മുസ്ലിം, all the questions will be answered by who? ഇസ്ലാം വളരെ സിമ്പിളാണ്. മുസ്ലിം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അനുസരിച്ചവൻ, അനുസരിക്കുന്നവൻ എന്നാണ്. എന്തിനെ അനുസരിക്കേണ്ടേ? പറയൂ. എന്തിനനുസരിക്കണ്ടേ? മനെ പാപ്പനെ അല്ല, ദീനിനെ, ഇസ്ലാമിനെ. ഇസ്ലാമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ഡൂസ് ആൻഡ് ഡോൺസ്. You have some do's and don'ts. Who will define do's and don'ts? ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹ് പറഞ്ഞത് പറ്റൂല. ഞാൻ എൻ്റെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞ മലയാളം വാക്കെന്താ? നിങ്ങളെ പടച്ച റബ്ബിന്റെ വിധി വിലക്കുകളെ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം എന്നാണ് അല്ലേ? ആണോ? അപ്പൊ പടച്ചവന്റെ വിധി വിലക്ക്, മൊബൈൽ ഫോണിന് വിലക്ക് എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് യൂസ് മൊബൈൽ ഫോൺ ഇൻ ദാറ്റ് ഏരിയ എന്നാണ്. വിലക്ക്, വിധി, അത് ഇവിടെ അനുവദിച്ചു എന്നാണ്.
അപ്പോ ഇസ്ലാമിൽ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ഈ ഡൂസ് തീരുമാനിച്ചത് അള്ളയാണ്. ഈ ഡൂസ് പറഞ്ഞു തന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഡോണ്ട് പറഞ്ഞു തന്നതും അള്ളയാണ്. ഡോണ്ട് പഠിപ്പിച്ചതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഈ ഒരു മുസ്ലിമിനോട് പറയാൻ ആ രാജ്യത്തെ ഗവൺമെന്റ്, ജനാധിപത്യ രാജ്യത്തെ ഗവൺമെന്റിന് അവകാശമില്ല. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആ തീരുമാനം അള്ള എന്ത് പറഞ്ഞു നോക്കിയിട്ടാണ് എടുക്കുക. ഇനി ഞാൻ ചോദിക്കട്ടെ, ചുണ്ട് ചോപ്പിക്കാൻ പറ്റുമോ? ഉണ്ടോ ഇല്ലേന്ന് എവിടുന്നാ കിട്ടുക? നിങ്ങളോടാ ചോദിക്കണ്ടേ? അല്ല, ഇസ്ലാമിൽ എന്താ പറഞ്ഞേ? അതാണ് മുസ്ലിം. കണ്ണെഴുതാൻ പറ്റുമോ? ആൺകുട്ടിയെ തൊടാൻ പറ്റുമോ? അടുത്ത് പോയി ഇരിക്കാൻ പറ്റുമോ? ഒരുമിച്ച് സെൽഫി എടുക്കാൻ പറ്റുമോ? പ്രേമിക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് പറയേണ്ടത് ഇസ്ലാമാണ്. നിങ്ങൾ പോകേണ്ടത് ദീൻക്കാണ്. ഉമ്മനോടല്ല ചോദിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ മുസ്ലിം ആവുക. അതിനെയാണ് മുസ്ലിം എന്ന് പറയുക. ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമ്പോഴാണ് ഞാൻ തോന്നിയാസിയാവുക. അതാണ് തോന്നിയമായിട്ട് നടക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് നിയന്ത്രണമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാ ചോദ്യത്തിനും ഉത്തരമായോ? അപ്പൊ ആൺകുട്ടി ഇടുന്ന വസ്ത്രം പെൺകുട്ടി ഇടാൻ പറ്റുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറയുന്നു, ആണിന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണിനെയും ശപിച്ചിരിക്കുന്നു അള്ളയും റസൂലും. കഴിഞ്ഞു. പിന്നെ ഇവർ രണ്ടാളും ശപിച്ചാൽ പിന്നെ നമ്മൾ എന്തിനാ പറ്റുക? അപ്പൊ എങ്ങനെയാ ഈ ആണിന്റെയും പെണ്ണിന്റെയും വസ്ത്രം തീരുമാനിക്കുക? എങ്ങനെയാ? സൗദി അറേബ്യയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം, സൗദി അറേബ്യയിൽ പെണ്ണുങ്ങൾ പർദ്ദയാണ്, ആണുങ്ങളും പർദ്ദയാണ്. പെണ്ണുങ്ങൾ കറുത്ത പർദ്ദ, ആണ് വെറുത്ത പർദ്ദ. അതിന് കന്തൂറ എന്ന് പറയും അല്ലേ? ആണ്. ഒരു നാട്ടിലെ സംസ്കാരം, ഒരു നാട്ടിലെ പെണ്ണിന്റെ വസ്ത്രം ഡിഫൈൻഡ് ആണ്, ഒരു നാട്ടിലെ ആണിന്റെ വസ്ത്രം ഡിഫൈൻഡ് ആണ്. ഇതുവരെ ഒരാണും സാരി എടുത്ത് നിങ്ങൾ കണ്ടില്ല. ഇറ്റ് ഈസ് ഡിഫൈൻഡ്. പെണ്ണിന്റെ സാധനമൊക്കെ ഡിഫൈൻഡ് ആണ്. അതൊന്നും ആണിന് ധരിക്കാൻ അനുമതിയില്ല. മുടി നീട്ടി വളർത്തിയ ആൺകുട്ടി പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു എയർ ബാൻഡ് എടുത്ത് ഇങ്ങനെ തലയിൽ വെക്കുന്നത് ഇസ്ലാം നിരോധിച്ചതാണ്. അത് പെണ്ണ് നമ്മുടെ നാട്ടിലെ എയർ ബാൻഡ് വെക്കാരാ? ഇത്രയും കാലം വെച്ചിരുന്ന ആരായിരുന്നു? പെണ്ണുങ്ങളാണ്. നിങ്ങൾ കണ്ടില്ല നിങ്ങളെ വാപ്പ എയർ ബാൻഡ് വെച്ച്? നിങ്ങൾ വല്യപ്പ അതിന്റെ മുമ്പത്തെ ഫോട്ടോ ഇല്ലല്ലോ. ഇപ്പോഴാണ് ആ പെൺകുട്ടിന്റെ എയർ ബാൻഡ് ആൺകുട്ടി എടുത്ത് വെക്കാൻ തുടങ്ങി. ഇപ്പൊ ചില എയർ ബാൻഡ് പെൺകുട്ടികൾ ഉപയോഗിക്കാതായി. എന്നത് ആണ്ടതാണെന്നറിയാം. ആ സ്പ്രിങ് പോലെയുള്ളതൊക്കെ അത് വേണ്ട, ആണുങ്ങൾതല്ല നിങ്ങൾതാ. മുടി വീട്ടിലും സംസ്കാരം പെൺകുട്ടികളുടെ. അപ്പൊ ആൺകുട്ടിക്ക് ഇത്തരം സാധനങ്ങൾ ഇടാൻ പാടില്ല. പെണ്ണിന്റെ വസ്ത്രം ആണ് ധരിക്കാൻ പാടില്ല, ആണിന്റെ വസ്ത്രം പെണ്ണ് ധരിക്കാൻ പാടില്ല. ആരാ ഈ പാടില്ല എന്ന് പറഞ്ഞേ? ആരാ? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാ പറഞ്ഞ്? ആണോ? അല്ല, ഇത് പറഞ്ഞത് അള്ളയാണ്, റസൂലാണ്. ഇസ്ലാമിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ എല്ലാ ചോദ്യത്തിനും ഉത്തരമായി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഉമ്മനോട് ചോദിച്ചു നോക്ക്. നിങ്ങൾ എന്താ പറയാ? പറ്റൂല മോളെ. എന്താ പറ്റാത്ത? റസൂൽ അള്ളയും പറഞ്ഞിട്ടുണ്ട്. ആർ യു മുസ്ലിം ഓർ നോട്ട്? ഇഫ് യു ആർ എ മുസ്ലിം, you have some do's and don'ts. A defined do's and don'ts. ഡിഫൈൻഡ് ആണ്, ഒന്നിലും മാറ്റം വരില്ല. അപ്പോ നമ്മളിങ്ങനെ പോവാണ്. 2000 ജൂലൈ 3 ഈ മാസത്തെ പത്രത്തിൽ നിങ്ങൾക്ക് കാണാം. എല്ലാം കൂടി ജെൻഡർ ന്യൂട്രൽ യൂണിഫോമും ആണും പെണ്ണും ഇടകലരലും ഇതെല്ലാം ചെയ്തിട്ട് ആർക്കാ പ്രിയപ്പെട്ടവരെ ഗുണം? ഒരു പെണ്ണിങ്ങനെ മയക്കുമരുന്നടിച്ച് മയങ്ങിക്കിടന്നാൽ ഞങ്ങൾ ആണുങ്ങൾക്കാണ് ഗുണം. നിങ്ങൾ എന്തും ചെയ്യാം. ആരാണ് ചെയ്തതെന്നോ എന്താണ് ചെയ്തതെന്നോ കേസ് കൊടുക്കാനുള്ള ബോധം പോലുമില്ല. പത്രം ജൂലൈ 3, 2022 കൊച്ചി നഗരത്തിലെ ലോഡ്ജ് മുറിയിൽ അബോധാവസ്ഥയിൽ ആശുപത്രിയിലെത്തിച്ച നമ്മുടെ നാട്ടുകാരി കോഴിക്കോട് സ്വദേശിനിക്ക് എതിരെ പോലീസ് കേസെടുത്തു. അവളെ പോലീസ് പിടിക്കുമ്പോ ലോഡ്ജിൽ ആ പെണ്ണിന് ബോധമില്ല. ആ പെണ്ണിന്റെ ശരീരത്തിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് കാണിച്ചത് എന്ന് ബോധമില്ലാത്ത പെണ്ണിന് എങ്ങനെ കേസ് കൊടുക്കാൻ പറ്റും? അപ്പൊ നമ്മൾ ആണുങ്ങൾക്ക് അസുഖം അല്ലേ? നിങ്ങളെ ബോധം കെടുത്തിയാൽ പിന്നെ സുഖല്ലേ? ആർക്കും എന്തും ചെയ്യാം. ആ പെണ്ണിനും ബോധമില്ല. എവിടെയാണ്? അവക്കെതിരെ പോലീസ് കേസ്. എന്തിനാ? ലഹരി മരുന്ന് ഉപയോഗിച്ചതിന്, കൈവശം വെച്ചതിന്. പെൺകുട്ടി ഉപയോഗിച്ചത് MDMA എന്ന ലഹരി വസ്തു ടോക്സിക്കോളജി പരിശോധനാ ഫലത്തിലൂടെ പോലീസ് സ്ഥിരീകരിച്ചു. യുവതിയുടെ ശരീര സാമ്പിൾ പരിശോധിച്ച ദിവസമാണ് പോലീസ് പരിശോധനയ്ക്ക് വിട്ടത്. യുവതിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി കണ്ടതോടെ സെൻട്രൽ പോലീസ് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മൊഴിയെടുത്തു. തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള യുവതി
അറസ്റ്റ് രേഖപ്പെടുത്തി കോഴിക്കോട് നിന്ന് കൊച്ചിയിലെത്തിയ യുവതികളുടെ ഒപ്പമുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശികളായ 2 യുവാക്കളെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സത്യം പറയടാ, ഈ പെൺകുട്ടിയുടെ കുടുംബങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ഒന്നും ചെയ്തില്ലേ സാറേ? വേണമെങ്കിൽ ഓളോട് ചോദിച്ചു നോക്ക്, ഒക്കെ ബോധം വേണ്ടേ? അപ്പോ നിങ്ങളുടെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ, വസ്ത്രത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, ഇതിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ മുഴുവൻ പുറത്തേക്ക് ഇറക്കുന്നത് ഈ ആണുങ്ങൾക്കും നിങ്ങളെ ഉപയോഗിക്കാനാണ് എന്ന മിനിമം ബോധം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് മുനിസിപ്പൽ ഓഡിറ്റോറിയം വിട്ടിറങ്ങുന്ന നിങ്ങൾ നാളെ നിങ്ങളുടെ ക്യാമ്പസിനകത്തെ അംബാസഡർമാരായി മാറേണ്ടത്. സ്വയം മാറുകയും മറ്റുള്ളവനെ പിടിച്ചു കയറ്റുകയും നിങ്ങൾ ചെയ്യണം. ഈ പരിപാടിയിൽ പങ്കെടുക്കാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങളുടെ സ്കൂളിൽ, അവരോട് പറഞ്ഞു കൊടുക്കണം. ഒളിച്ചു കിടത്തുകയാണിത്. മുഴുവൻ പ്രശ്നങ്ങളും നമ്മളെ മുഴുവൻ പുറത്തിറക്കാണ്. കാണാൻ നല്ല മൊഞ്ചുള്ള പെൺകുട്ടികള്, ആ പെൺകുട്ടികളെ അങ്ങോട്ട് കിട്ടി 4 ലഹരി കൊടുത്താലേ ഈ പെൺകുട്ടീനെ അവർക്ക് കിട്ടുള്ളൂ. നമുക്ക് കിട്ടണ്ടേ? അപ്പോഴല്ലേ തോന്നിയ പോലെ ജീവിക്കാൻ പറ്റുക, ആണും പെണ്ണും ഇടകലരാൻ പറ്റുക. അപ്പൊ നിങ്ങളാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്ന ബോധം ഈ കൗമാരപ്രായത്തിൽ എത്തി നിൽക്കുന്ന പ്രിയമുള്ള എൻ്റെ കുട്ടികൾക്കുണ്ടാവണം. ഇതുണ്ടോ എന്നുള്ള നിങ്ങൾ ആലോചിക്ക്. എത്ര സാധനം നമ്മൾ ഉള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ കത്ത് വന്ന കുട്ടി പിന്നെ തല്ലു ഞാൻ പറഞ്ഞ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കാണാം ജീവിതം. എൻ്റെ പ്രിയമുള്ള മക്കൾ, പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ ചിന്ത വലിയൊരു വാക്കാണ് ലൈഫ്. It is a very important word. Life. നിങ്ങളാരും ഒരു അപേക്ഷ കൊടുത്തിട്ടല്ല നിങ്ങൾ മനുഷ്യനായത്, ആണോ? അള്ളാഹ്ക്ക് നിങ്ങളെ പോത്താക്കാമായിരുന്നു, കോഴിയാക്കാമായിരുന്നു, പാമ്പാക്കാമായിരുന്നു, കണ്ടാൽ അറപ്പ് തോന്നുന്ന പന്നിയാക്കാമായിരുന്നു, കോഴിപ്പേനാക്കാമായിരുന്നു, കൊതുകാക്കാമായിരുന്നു. അള്ളാഹ് നിങ്ങളെ മനുഷ്യനാക്കിയത് നിങ്ങൾ പറഞ്ഞിട്ടല്ല. ജീവിതം വളരെ പ്രധാനമാണ്. ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിൽ അഭിരമിച്ച് നഷ്ടപ്പെടുത്തി കളയരുത്. ജീവിതത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഒരു കുട്ടി എൻ്റെ അടുത്ത് വരികയാണ്, ആൺകുട്ടിയാണ്. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പഠനം ഒക്കെ നശിച്ച് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. എഞ്ചിനീയറിംഗ് ഒക്കെ നശിപ്പിച്ച് എല്ലാം പേപ്പറുകളൊക്കെ നഷ്ടപ്പെട്ട് കോളേജിൽ നിന്ന് ഇനി ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ കൊണ്ടുവരുന്നു. ആ കുട്ടി ചെക്കനോട് ഞാൻ ചോദിച്ചു, എന്താണ് എനിക്ക് പരിപാടി? രാത്രി ഫുള്ള് ഉറക്കൊഴിഞ്ഞിരിക്കുകയാണ് അവൻ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറയാം, ഞാൻ രാത്രി എന്താ കളിക്കുന്നത്? ഞാൻ ഫ്രീ ഫയർ കുറച്ചിങ്ങനെ കളിക്കും സാറേ. ഇങ്ങനെ ഫ്രീ ഫയർ ഞാൻ എന്തിനാ ഫ്രീ ഫയർ കളിക്കുന്നത്? വെറുതെ സമയം പോക്കാൻ. എന്തിന് സമയം പോക്കാൻ? എത്ര സമയമുണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ? എത്രയുണ്ട്? കയ്യിൽ വാച്ചുണ്ടോ? വാച്ചുള്ളൊരു വാച്ചൊക്കെ നോക്കിയോ? അതിലൊരു ചെറിയ സെക്കൻഡ്സ് വെച്ച് ടക്ക് 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 പോണ്ടോ? ഉണ്ട്. ആ സെക്കൻഡ്സ് വെച്ച് ടിക്ക് എന്ന് പറഞ്ഞാൽ തീർന്ന്. എന്താ തീർന്ന്? നിങ്ങളെ ആയുസ്. ആ ടിക്ക് പിന്നെ ഇങ്ങോട്ട് ടിക്ക് എന്നാവില്ല, ഇങ്ങോട്ടേ പോകുള്ളൂ, ഇങ്ങോട്ട് വരൂല. ഓരോ സെക്കൻഡും ആയുസിലിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. 18ാമത്തെ ബർത്ത്ഡേ, എന്തോരു സന്തോഷം. 18 കൊല്ലം കഴിഞ്ഞ് ഈ ബാക്കിയുള്ളതേ ഉള്ളൂ. പടച്ചോങ്ങൾക്ക് 20 ആയുസ് എന്നെങ്കിൽ 2 കൊല്ലമേ ഉള്ളൂ ബാക്കി. പടച്ചോങ്ങൾക്ക് 30 വർഷം ആയുസുണ്ടെങ്കിൽ നീ ബാക്കിയുള്ളത് 12 അല്ല. 60 വയസ്സങ്ങൾക്ക് ആയുസ് പടച്ചോൻ തന്നതെങ്കിലോ ഒരു കുട്ടി അടുത്ത് മരിച്ചത് ഷവർമ തന്നിട്ടാ. നിങ്ങളൊക്കെ എത്ര ഷവർമ അല്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഒരമ്മയുടെ ഒറ്റ മകൾ, അവൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ എൻ്റെ ആയുസ് പഠിച്ചോ തവർ തീർക്കുന്നു? ആ അമ്മന്റെ കൂടെ സന്തോഷത്തോടെ ഒരു ഷവർമ തന്നിട്ട് പുറത്തിറങ്ങിയ പെൺകുട്ടി സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഈ ഷവർമ എന്റെ ജീവനെടുക്കും എന്ന്. ആ ഷവർമയാണ് ആ കുട്ടിയെ കൊണ്ടുപോയത്. ചെറുപ്പക്കാരിയായിരുന്നു അവൾ. നിങ്ങളെപ്പോലെ നല്ല മിനുത്ത ശരീരവും നല്ല വെളുപ്പും സൗന്ദര്യമൊക്കെ ഉള്ള പെൺകുട്ടി. പക്ഷെ അവൾ പോയത് റബ്ബ് അവൾക്ക് കൊടുത്ത ആയുസ് 18 17 വയസ്സ് പ്രായമാണ്. നിങ്ങളുടെ ആയുസാ നിങ്ങൾ ഈ പോക്കുന്നത്. എന്നിട്ട് പറയാണ് സമയം പോക്കാണെന്ന്. നമ്മുടെ കയ്യിൽ പോക്കാൻ സമയമില്ല. ഈ ചെറിയ ജീവിതം കൊണ്ട് നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കണം. ഈ ചെറിയ ജീവിതം കൊണ്ട് നാളെ പരലോകം നേടിയെടുക്കണം. എവിടെയാ കൂട്ടരെ നമുക്ക് നശിപ്പിക്കാൻ സമയമുള്ളത്, തീർക്കാൻ സമയമുള്ളത്? 5 മിനിറ്റിന്റെ ഒരു യൂട്യൂബിലെ വീഡിയോ കാണുമ്പോൾ 5 മിനിറ്റ് ജീവിതത്തിൽ നിന്ന് പോകാൻ ഓർക്കണം. ആ ജീവിതം,
ആ പോയ 5 മിനിറ്റ് നിങ്ങൾക്ക് ഇഹലോകത്ത് ഉപകാരപ്പെട്ടോ എന്ന് ഓർക്കണം, പരലോകത്തേക്ക് ഉപകാരപ്പെട്ടോ എന്ന് ഓർക്കണം. രണ്ടും ഉപകാരം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനും ഇത് കാണുന്നത് എനിക്കറിയില്ല. ഇതാണ് സോഷ്യൽ മീഡിയ. നമ്മളെ വല്ലാതെ പിടിച്ചിരുത്തുന്ന വലിയ ദുരന്തമാണിത്. ഇത് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കുറെ പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കുറച്ചേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. നിങ്ങൾ നോക്കിക്കോ, ജീവിതം വളരെ പ്രധാനം. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ലൈഫ്? ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് there is no retake in life. There is no retake. What is the meaning of retake? ഞാൻ എൻ്റെ ഫോൺ എടുത്തു, സെൽഫി എടുത്തു, എന്നിട്ട് ഫോട്ടോ നോക്കിയപ്പോൾ തൊള്ളത്തിരി തുറന്നു. അതിന് ഞാൻ ഈ ഫോട്ടോ എന്ത് ചെയ്യും? പറയൂ, എന്ത് ചെയ്യും? ഡിലീറ്റ് ആക്കും, എന്നിട്ട് പിന്നെ എടുക്കും. ദാറ്റ് ഇസ് നോട്ട് എ റീടേക്ക്. എത്ര എടുക്കും? രണ്ടാമത്തെ എടുത്ത് നോക്കിയപ്പോഴോ കണ്ണ് ശരിയായില്ല, മൂന്നാമത് എടുക്കും. ശരിയാവണവരെ ഫോട്ടോ എടുക്കാം. ദാറ്റ് ഈസ് റീടേക്ക്. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഒന്നാമത്തെ പരീക്ഷ എഴുതി തിരിച്ചു വരുമ്പോ സ്കൂട്ടർ കുത്തി റോട്ടുമ്പിൽ വീണ് വലത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടു. ഇനി ബാക്കി പരീക്ഷ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പരീക്ഷയ്ക്ക് നിങ്ങൾ തോറ്റു. എന്ത് ചെയ്യും? തൂങ്ങിച്ചാവോ? പിന്നെന്ത് ചെയ്യും? പിന്നെന്ത് ചെയ്യും? അടുത്ത കൊല്ലം വീണ്ടും പരീക്ഷ വരും. അപ്പൊ എഴുതും. എൻട്രൻസ് പരീക്ഷ കോച്ചിങ്ങിനൊക്കെ പോയി എഴുതി നോക്കി. ഫോൺ നമ്പർ മര്യാദ കിട്ടിയത് 98481334 ഇത്ര വലിയ സംഖ്യ കിട്ടിയത് അല്ലേ. അപ്പൊ പ്ലസ് 2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതിയപ്പോ കിട്ടിയില്ല. നിങ്ങൾ എന്ത് ചെയ്യും? റിപ്പീറ്റ് അഗെയിൻ. ദാറ്റ് ഇസ് റീടേക്ക്. പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതം ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട പെൺകുട്ടി അറിയണം. നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതം തിരിച്ചെടുക്കാൻ കഴിയില്ല. അവിടെയാണ് ഓർമ്മ. ഞാൻ ചെറിയൊരു കഥ പറയാം. ചെറിയൊരു കഥ. മലപ്പുറം ജില്ലയിലെ 50-60 സെന്റ് സ്ഥലത്ത് ഒരു വലിയ വീടെടുത്ത് ഗൾഫിൽ പോയി ധാരാളം പണമുണ്ടാക്കി തിരിച്ചു വന്ന ഒരു പണക്കാരൻ വലിയൊരു വീടെടുത്തു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അയാൾ ചിന്തിച്ചു, ഇനിയിപ്പോ എന്താ ഒരു ജോലി? നാട്ടിലെന്തെങ്കിലും പണി ചെയ്യണ്ടേ? ഗൾഫില് ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്, സ്വന്തമായി ഹോട്ടൽ നടത്തി പരിചയമുള്ള മനുഷ്യൻ. അയാൾ ആദ്യം ചിന്തിച്ചത് നാട്ടിൽ ഒരു ഹോട്ടൽ തുടങ്ങിയതിനെ കുറിച്ചാണ്. അപ്പൊ ആൾക്കാർ പറഞ്ഞു ഹോട്ടലൊക്കെ മെനക്കെട്ടാണ്. പിന്നെ അയാൾ ചെയ്ത പണി ആ 50-60 സെന്റ് സ്ഥലത്ത് ഒരു ഭാഗത്ത് മുഴുവൻ അയാളുടെ വീടാ, മനോഹരമായ വീട്. ആ വീടിന്റെ ഒരു സൈഡിൽ വലിയൊരു ഷെഡ് കെട്ടി. എന്നിട്ട് അയാൾ കാറ്ററിങ് തുടങ്ങി. എവിടെങ്കിലും കല്യാണത്തിനും സൽക്കാരത്തിന് ഇയാൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ സൽക്കാരത്തിന് എത്തിച്ചു കൊടുക്കും. അവിടുന്നല്ല, ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് രുചിയുള്ള ഭക്ഷണം ആ കല്യാണ വീട്ടിൽ എത്തിക്കും. അത് വിളമ്പും, അത് ക്ലീനാക്കും, തിരിച്ചു വരും, അതിനൊരു പൈസ വാങ്ങും. നല്ല ലാഭമായിരുന്നു. അത് വലിയ ബിസിനസ്. അയാളുടെ വീട്ടിലെല്ലാം സൗകര്യമുണ്ട്. മുറികളൊക്കെ AC ആണ്. വീട്ടിൽ ഇന്നോവ കാറുണ്ട്, നല്ല സൗകര്യമുണ്ട്. മുറ്റത്ത് പൂന്തോട്ടവും ചെറിയൊരു കുളത്തില് വാട്ടർ ഫൗണ്ടെയിൻ ഉൾപ്പെടെയുള്ള അതിമനോഹരമായ വീടാണ്. അയാൾക്ക് 2-3 മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയാണ്. ഈ ഷെഡിനകത്താണ് കാറ്ററിങ് നടക്കുന്നത്. അപ്പോ രാത്രിയൊക്കെ ചില വീട്ടിൽ കല്യാണം ഉണ്ടാവും അല്ലേ. ഈ രാത്രി ഇപ്പോ ഈ പ്ലാസ്റ്റിക് നിരോധിച്ചതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റ് 1000 ആൾക്കാർ പരിപാടിക്ക് 1000 പ്ലേറ്റുമായിട്ട് അവർ വരിക. നിങ്ങളൊക്കെ തിന്നുന്ന പ്ലേറ്റ് ഇങ്ങനെ ചട്ടിക്ക് അതിങ്ങനെ മാറ്റി വെക്കും കഴുകാതെ. ഈ പ്ലേറ്റ് മുഴുവൻ വണ്ടിയിൽ വെച്ച് ഇവർ കൊണ്ടുവരും ഈ ഷെഡിലേക്ക്. പിറ്റേ ദിവസം രാവിലെയാണ് ഈ പ്ലേറ്റ് കഴുകുക. അപ്പൊ ഈ പ്ലേറ്റ്, വണ്ടിയിലുള്ള പ്ലേറ്റ് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നായ്ക്കൾ തൊടൂല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ഈ ഷെഡിനകത്തേക്ക് വണ്ടി കൊണ്ട് കയറ്റി വെച്ചു. 12:30 മണി 1 മണിക്കാണ് ഇവിടെ വരിക. അപ്പൊ ഡ്രൈവർ വണ്ടി കൊണ്ടുവന്ന് ഈ ഷെഡിനകത്ത് കയറ്റി വെച്ചിട്ട് ഈ ഷെഡ് അങ്ങ് ലോക്ക് ചെയ്യും. അപ്പൊ നായ്ക്കൾ കയറൂല. രാവിലെ നേരം വിളിക്കുമ്പോൾ 2-3 പെണ്ണുങ്ങൾ വന്ന് ഒരു പ്ലേറ്റിന് 3 റുപ്യ 2 റുപ്യറ്റാണ്. 1000 പ്ലേറ്റ് കഴിക്കുക 2000 റുപ്യ. ആ പ്ലേറ്റ് മുഴുവൻ കഴുകി വൃത്തിയാക്കി തുടച്ച് മെഴുക്കില്ലാതെ വീണ്ടും അട്ടിവെച്ച് അടുത്ത കല്യാണ പരിപാടിക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കും. ഇതാണ് അയാളുടെ വീട്ടിനകത്ത്, അയാളുടെ ഷെഡിനകത്തുള്ള പണി. ഇവിടെ ഇയാളുടെ വണ്ടി ഓടിക്കുന്നത് ഒരു 22-21 വയസ്സുള്ള ഒരു ചെക്കനാണ്. SLC പരീക്ഷയൊന്നും എഴുതാതെ സ്കൂളിൽ നിന്നും പോവാതെ കച്ചറൊക്കെ കളിച്ചിങ്ങനെ നടന്ന് ഒരു പണി വേണം തോന്നിയപ്പോൾ പിന്നെ ഡ്രൈവിങ്ങും ലൈസൻസും ഒക്കെ ഉള്ളത് കൊണ്ട് ഇയാളുടെ ചെറിയ പിക്കപ്പ് ഓടിക്കുന്നത് 21 വയസ്സുള്ള ഒരു ചെക്കനാ. മുടിയൊക്കെ ഒന്ന് ബാക്കിൽ കുറച്ച് നീട്ടി കുറച്ച് സ്റ്റൈലൊക്കെ ഉണ്ട്. അയ്യോ ചെക്കൻ. ഇവനാണ് ഈ വണ്ടി ഓടിക്കുക, സാധനമൊക്കെ കൊണ്ടുപോകും, വിളമ്പാൻ നിൽക്കും. ഒക്കെ കൂടി നിന്ന് കഴിഞ്ഞാൽ അവനൊരു 1000-1500 റുപ്യ ഡെയിലി കിട്ടും ഈ പണിയുള്ള ദിവസം. അപ്പൊ ഈ ചെക്കനാണ് ഈ ഡ്രൈവർ. ഇവന്
രാത്രി വണ്ടി കൊണ്ടുവെക്കും ഈ ഷെഡിൽ. എന്നിട്ട് അവന്റെ സ്കൂട്ടറിൽ അവന്റെ ഡ്രസ്സ് ഉണ്ടാവും. അവൻ പോയിട്ട് അവിടെ തന്നെ ബാത്റൂം ഉണ്ട്, ഇതൊക്കെ കഴുകാനൊക്കെ സൗകര്യത്തിന് ബാത്റൂം. വണ്ടിയിൽ നിന്ന് തോർത്തുമുണ്ടെടുത്ത് ഈ ബാത്റൂമിൽ പോയി സോപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുളിക്കും. കുളിച്ചിട്ട് അവന്റെ വണ്ടിയിലുള്ള ഡ്രസ്സ് മാറും. ഡ്രസ്സ് മാറിയിട്ട് അവൻ പോകുന്നത് അവന്റെ വീട്ടിലേക്കല്ല, ഈ അവന് ജോലി കൊടുത്ത അവന്റെ മുതലാളിയായ മനുഷ്യന്റെ വീട്ടിലൊരു 9ാം ക്ലാസ്സുകാരി പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടിയെ അവൻ പ്രേമിക്കാണ്. അവൻ സോഷ്യൽ മീഡിയയിലൂടെ തുടങ്ങിയ ഒരു പ്രേമം അവന് ഫേസ്ബുക്കിൽ ചെന്നിട്ട് അവൾക്ക് ലൈക്ക് അടിച്ചതാ. ഞാൻ എൻ്റെ വാപ്പാന്റെ ഡ്രൈവറാണ്, ലൈക്ക്. ആ ലൈക്കുമ്പോൾ തുടങ്ങിയ പ്രേമം 8ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയതാണ് ആ പെൺകുട്ടിന്റെ പ്രേമം. 12:30 മണിക്ക് വണ്ടി ഈ ഷെഡിനകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ആ ചെറുക്കൻ എന്താ ചെയ്യാൻ നിങ്ങൾക്ക്? അവൻ കുളിച്ചു മാറ്റിയിട്ട് കിടക്കാൻ പോണത് ഇവളെ റൂമിക്കാ. അവൻ അവൾക്ക് കൊടുത്ത ഫോണിൽ അവൻ പതിയെ പറയും, ഇന്ന് രാത്രി ഇന്ന് കാറ്ററിംഗ് ഉണ്ട്, ഞാനൊരു 12:30 ആകുമ്പോൾ എത്തും, വാതിൽ തുറന്നിരുന്നു കേട്ടോ. ഉറങ്ങാതെ കാത്തിരിക്കുന്ന ആ പെൺകുട്ടി അവന്റെ മെസ്സേജ് കിട്ടിയാൽ ഉടൻ ബാപ്പയും ഉമ്മയും മക്കളുടെ മാനം തകർക്കാൻ ഏതെങ്കിലും ഒരു കള്ളം കയറി വരാതിരിക്കാൻ അടച്ചു പൂട്ടി സുരക്ഷിതമാക്കിയ വീടിന്റെ വാതില് ആ പെൺകുട്ടി ഇങ്ങനെ തുറന്നെടുക്കാണ്. 9 പഠിക്കുകയാണ് അവൾ. അവൻ റൂമിൽ വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം വന്നു എന്ന ചോദ്യത്തിന് അവളുടെ ഉത്തരം അറിയില്ല എന്നാണ്. ഞാൻ 10 ആണോ 15 ആണോ ചോദിച്ചപ്പോൾ അതൊന്നുമല്ല, കുറെ വന്നിന്. 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഈ ആൺകുട്ടിയുമായിട്ട് സകല ബന്ധങ്ങളുണ്ട്. അവന്റെ കയ്യിൽ അവളുടെ ഉടുപ്പില്ലാത്ത ചിത്രം ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. അവനും അവളും കട്ടിക്കിടക്കുന്ന ചിത്രമുണ്ട്, വീഡിയോകളുണ്ട്, എല്ലാം ഇവൻ എടുത്തു. 9ാം ക്ലാസ്സുകാരി പെൺകുട്ടി ആലോചിച്ചില്ല ഇതിന്റെ വരും വരായികകളെ കുറിച്ച്. അവൾ അപ്പോഴും സ്വപ്നം കണ്ടത് ഈ ബാക്കോട്ട് മുടിയൊക്കെ നീട്ടിയ ഈ കാറ്ററിംഗിലെ ഡ്രൈവർ എനിക്കൊരു ജീവിതം തരും എന്നാണ്. ഒരു ദിവസം എന്തോ ശബ്ദം കേട്ട് പോയി നോക്കിയപ്പം ബാപ്പ കാണുന്നത് മോളെ റൂമിൽ ഒരു ചെക്കനെയാണ്. അവിടുന്നാണ് പിടിക്കണത്. അടിച്ച് കണ്ണും മൂക്കും ഒക്കെ പൊട്ടിച്ച് നാട്ടുകാരറിയാതെ അവനെ പറഞ്ഞയച്ച് പിറ്റേ ദിവസം നേരം വെളുത്തപ്പം ഈ മകളെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് ചെല്ലാണ് ബാപ്പ. ആരും അറിയാതെ അവളെയും കൂട്ടിയിട്ട് അവന്റെ വീട്ടിൽ ചെല്ലുക ഈ കാര്യം സംസാരിക്കാൻ. എന്റെ മകളുടെ റൂമിൽ എങ്ങനെയാ ഇവനെത്തിയത് എന്ന് ആ സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വീട്ടിലേക്ക് ചെന്നപ്പോ ആ ചെക്കൻ വളരെ കൂളായിട്ട് നിൽക്കുക. മൂക്കിന്റെ മുകളിൽ ചോന്ന കളറാ, അടി കൊണ്ട് പൊട്ടിയിട്ട് അടിച്ച കലിപ്പിൽ ഇവ അങ്ങനെ നിൽക്കുമ്പോ ഈ ചെറുക്കന്റെ വാപ്പ പെണ്ണിന്റെ വാപ്പനോട് പറഞ്ഞു, എന്റെ മോൻ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ പൊറുക്കണം എന്ന്. ഉടൻ ഈ ചെക്കൻ ഇങ്ങോട്ട് എണീറ്റിട്ട് സ്വന്തം വാപ്പാനോട് പറയാ, തന്തേ മിണ്ടാതെ നിൽക്കണം, ഇവിടെ അടിച്ച് പല്ലിയാൻ പൊട്ടിക്കും. ആരോടാ പറയണ്? ആരോടാ? സ്വന്തം വാപ്പനോട്. അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് മനസ്സിലായത് ഫേസ്ബുക്കിലെ ചെക്കനല്ല, അതിനേക്കാളും ഡീസന്റ് സ്വഭാവമാണ് ഈ ചെക്കന്. അതിനേക്കാളും ഡീസന്റ് ആ ചെക്കൻ. അപ്പോഴാണ് ഈ പെൺകുട്ടി അന്തം വിട്ട് നിൽക്കുന്നത്. സ്വന്തം ബാപ്പയോട് ഇങ്ങനെ പെരുമാറുന്ന ഒരു ചെറുക്കനെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന്. ആ പെൺകുട്ടിയെ പിന്നീട് അയാൾ കൊണ്ടുവന്നത് കൗൺസിലിങ്ങിനാണ്. ഞാൻ സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, സാറേ എനിക്കെല്ലാം മനസ്സിലായി, തെറ്റ് പറ്റിപ്പോയി, തൗബ ചെയ്യാം, ഞാൻ പിന്മാറാം, ഞാൻ ഇനി ജീവിതത്തിൽ ഈ ചെക്കനെ ഞാൻ പ്രേമിക്കുന്നില്ല. അതോടുകൂടി ബാപ്പാക്ക് സമാധാനായി, ഉമ്മാക്ക് സമാധാനായി. പക്ഷേ പ്രശ്നം അവിടെ തീർന്നില്ല. ആ ചെറുക്കൻ വീട്ടിലേക്ക് വന്നു. ആ 21 വയസ്സിൽ ബുദ്ധിയില്ലാത്ത ചെക്കൻ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് കൊലായിൽ കയറിയിട്ട് അവന്റെ മുതലാളിയായിരുന്ന പണിന്ന് പുറത്താക്കി. ബാപ്പാനോട് പറഞ്ഞു, നോക്കൂ മോളെ മര്യാദയ്ക്ക് എനിക്ക് കെട്ടിച്ചേരണം, എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നിങ്ങളെ മോള് ജീവിക്കൂല, ഞാൻ തകർക്കും ജീവിതം, ഞാൻ തകർക്കുള്ള ജീവിതം. അതുകൊണ്ട് എനിക്ക് കെട്ടിച്ചു തരാണ് നിങ്ങൾക്ക് നല്ലത്, വേറെ ഒരുത്തന്റെ കൂടി നിങ്ങളെ മോള് ജീവിക്കില്ല, സമ്മതിക്കൂല ഞാൻ. അതിൽ വാപ്പ തല്ലാൻ വേണ്ടി ഓങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, ഒരു മിനിറ്റ്, തല്ലണേന് മുമ്പ് ഞങ്ങൾക്ക് 2-3 ഫോട്ടോ കാണിച്ചു തരാം. നിങ്ങളെ മോളെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലല്ലോ, നിങ്ങളിങ്ങനെ ചുരിദാറിട്ട ഫോട്ടോ അല്ല കണ്ട്, അല്ലാത്ത ഇതാ ഈ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കാണണോ? അപ്പൊ കാണണോ? സ്വന്തം മോളിങ്ങനെ 9ാം ക്ലാസ്സുകാരി പെണ്ണ് ഒട്ടിക്കാതെ നിൽക്കുന്ന വീഡിയോ ബാപ്പക്ക് കാണണമെന്ന് ഈ ചെക്കൻ ചോദിക്കുന്ന ചോദ്യമാണ്. അടിക്കാൻ വേണ്ടി മുന്നോട്ട് പോങ്ങിയ ബാപ്പ 3 അടി പിന്നോട്ട് മാറിയിരുന്നു. ആ ചെറുക്കനോട് പറഞ്ഞു, മോനെ എൻ്റെ മോളെ ജീവിതം നീ തകർക്കരുത്. ഓൻ പറഞ്ഞു, അങ്ങനെ വൈക്ക് വന്നാ നിങ്ങൾക്ക് നന്ന്, ഞാൻ തകർക്കൂല, നിങ്ങൾക്ക് എന്നാ മതി, ഞാൻ പോറ്റിക്കോളും. നാട്ടുകാര് ഈ ബാപ്പ ആകെ സങ്കടത്തിലായി. അയാള് നാട്ടിലെ കുറച്ച് ആൾക്കാരൊക്കെ
പാർട്ടിന്റെ ആൾക്കാരൊക്കെ ഇടപെടിച്ച് അവരൊക്കെ കൂടി ചേർന്ന് സ്വകാര്യമായി ഈ ചെക്കനെ കണ്ട് സംസാരിച്ച് അവർ പറഞ്ഞു മോളെ കൊണ്ടുപോയ കൗൺസിലിങ്ങിന് ഇവനെയും ഞങ്ങൾ കൊണ്ടുപോവാം എന്ന് പറഞ്ഞാൽ ചെക്കൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ കുറേ സോപ്പിട്ടിട്ട് ആ ചെക്കനോട് സംസാരിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവസാനം ഞാൻ പറഞ്ഞു, മോനെ ആ കുട്ടിക്ക് 14 വയസ്സാണ്, നീ അവളെ ഇതൊക്കെ ചെയ്തത് വലിയ പ്രശ്നമാണ്. ആ ബാപ്പ കംപ്ലൈന്റ് കൊടുത്താൽ നീ പോക്സോ കേസിൽ പെടും. അപ്പൊ ആ ചെക്കനോട് പറയാ, എനിക്കറിയാലോ 10ാം ക്ലാസ്സിൽ തോറ്റെങ്കിലും എനിക്കറിയാം സാറേ, ഈ കേസില് ഞാൻ കുറ്റം ചെയ്തു എന്ന് തെളിയിച്ചാൽ എനിക്ക് എത്ര കൊല്ലം ശിക്ഷ കിട്ടും? തൂക്കിക്കൊല്ലോ. ഞാൻ പറഞ്ഞു തൂക്കിക്കൊല്ലൂല. പിന്നെയോ പോക്സോ നിയമം 2012 പ്രകാരം നീ ഈ പെൺകുട്ടിയെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ നിനക്ക് മാക്സിമം ശിക്ഷ 10 കൊല്ലം തടവാണ്. 10 കൊല്ലം. അപ്പൊ ചെക്കൻ പറഞ്ഞു 10 കൊല്ലമല്ലോ, 10 കൊല്ലം. എനിക്ക് 21 വയസ്സായി സാറേ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഓളെ വാപ്പനോട് കംപ്ലൈന്റ് കൊടുക്കാൻ പറയും, ഞാൻ ജയിലിൽ പോയിക്കോളാം. എത്ര കൊല്ലം? എത്ര കൊല്ലം? എത്ര കൊല്ലം? 10 കൊല്ലം. ഞാൻ ജയിലിൽ പോയിക്കോളാം. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് 31 വയസ്സുണ്ടാവും. ഉണ്ടാവില്ലേ? അവക്ക് 24 വയസ്സുണ്ടാവും. ജീവിതം എന്നിട്ട് ബാക്കി കിടക്കുകയാണ്. ഞാൻ ജയിലിൽ ഇറങ്ങിയാൽ ആദ്യം എന്താ ചെയ്യാന്നറിയോ സാറേ? ഞാൻ എൻ്റെ കയ്യിലുള്ള ആ പെണ്ണിന്റെ വീഡിയോയും ഫോട്ടോകളും ഒക്കെ 3 or 4 ക്ലൗഡ് ID ഉണ്ടാക്കി അതിലിട്ടാണ്. 3 ക്ലൗഡ് IDയിൽ ഈ സാധനം ഉണ്ട്. ഞാൻ എത്ര കൊല്ലം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയാലും ഈ ക്ലൗഡിൽ നിന്ന് അത് കണ്ടുപിടിക്കാൻ ഒരു സൈബർ സെല്ലിനും കഴിയില്ല. അവർക്ക് എൻ്റെ ഇമെയിൽ ID എന്നല്ലേ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അതല്ലാത്ത ഇമെയിൽ IDയിൽ ഈ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട്. 31ാമത്തെ വയസ്സിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഞാൻ ആദ്യം പോവുക ആ പെണ്ണിനെ കെട്ടിച്ച വീട്ടിക്കാണ്. ഈ വീഡിയോയും ഫോട്ടോയും ആ ചെക്കന് കാണിച്ചു കൊടുക്കുക, നിങ്ങളെ പെണ്ണുങ്ങളെ വീഡിയോ കണ്ടെങ്കിൽ ഇതാ എന്താണ് എന്ന് കാണിച്ചു കൊടുത്താൽ ആ പെണ്ണിന്റെ ജീവിതം തകരുമോ? തകർന്നു തരിപ്പണം. ഇനി ഒരിക്കലും ഈ പെൺകുട്ടിക്ക് സമാധാനമില്ല. നല്ല AC മുറിയിൽ കിടന്നുറങ്ങുമ്പോഴും ചുട്ടുപൊള്ളാണ് ബാപ്പയുടെ ഉള്ളു, ഈ പെൺകുട്ടിന്റെ ഉള്ളു. അവളിങ്ങനെ അന്തം വിട്ടതൊക്കെ ഞാൻ എന്താ സാറ് ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. ജീവിതം മുഴുവൻ ഈ ചെക്കൻ എന്ന് വരും എന്ന് പേടിച്ച് 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 പ്രിയപ്പെട്ട പെൺകുട്ടികളെ കിട്ടിയോ ഈ പെണ്ണിന് ജീവിതം? കിട്ടിയോ? പരലോകം പോട്ടെ, ഇഹലോകത്ത് എന്താ അവസ്ഥ? ഇവളെങ്ങനെയാ കല്യാണം കഴിപ്പിക്കുക? സകല സൗകര്യങ്ങളും ഒരുങ്ങിയ, സകല സൗകര്യങ്ങളുമുള്ള, എല്ലാം ഒത്തിണങ്ങിയ ആ വീട്ടിൽ ജീവിക്കുന്ന ആ പെൺകുട്ടിക്കോ പെൺകുട്ടിയുടെ ആങ്ങളക്കോ പെങ്ങക്കോ ആ പെൺകുട്ടിയുടെ വാപ്പക്കോ ഉമ്മക്കോ ജീവിതത്തിൽ ഒരിക്കലും ഈ ചെറുക്കന് സ്വൈര്യം തരില്ല. ആ ബാപ്പ അവസാനം എന്നോട് പറയാൻ, സാറേ അവനെ ഞാൻ കുത്തിക്കൊല്ലേണ്ടി വരും, എൻ്റെ മോക്കൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ. ഞാൻ അവനെ കുത്തിക്കൊന്നാലോ ആ വീട്ടിന്റെ ജീവിതം പോയല്ലോ, പിന്നെ ആ ബാപ്പ ജയിലിൽ കിടക്കണ്ടേ? ഒന്നും ചെയ്യാനാവാതെ അന്തം വിട്ടു നിന്ന കുട്ടികളെ ദിനം പ്രതി കൗൺസിലിംഗ് സെന്ററിൽ കാണുന്നത് കൊണ്ടാണ് 12 മണിക്ക് നിങ്ങൾ നിർത്തണമെന്ന് കത്ത് തന്നിട്ടും ഇത്രയും പെൺകുട്ടികളെ എൻ്റെ മുന്നിൽ കിട്ടിയിട്ട് ഞാൻ ഈ സംസാരിച്ചത്. നിങ്ങളെല്ലാവരും ഓർക്കേണ്ട സാധനം, ജീവിതം എന്നത് ഏറ്റവും പ്രധാനമാണ് എന്ന് ഓർക്കണം. ഒരിക്കലും നഷ്ടപ്പെടുത്തിയാൽ അത് തിരിച്ചു കിട്ടില്ല എന്ന് ഓർമ്മ വേണം. ഈ ദുനിയാവിൽ നിങ്ങളോട് സത്യം മാത്രം പറയുക 2 ആളുകളാണ് എന്ന് ബോധം വേണം. അത് നിങ്ങളുടെ ഉമ്മയാണ്, 2 ബാപ്പയാണ്. നിങ്ങളുടെ ജീവിതം തകർക്കുമെന്ന് അവർക്ക് തോന്നിയാൽ അവരെന്തൊക്കെയുണ്ടെങ്കിലും നോ എന്ന് മാത്രമേ പറയുള്ളൂ. അവർ നിങ്ങളുടെ കൂടെ നിൽക്കൂല. നിങ്ങളുടെ ഫ്രണ്ട്സ് നിൽക്കുന്ന പോലെ നിൽക്കാൻ കഴിയില്ല അവർക്ക്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്താതെ ഉമ്മയുടെ ഉപ്പയുടെ അവർ പറയുന്നതിന്റെ കൂടെ നിന്നുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന ബോധം മനസ്സിലുണ്ടാക്കി, എനിക്ക് കുറെ ഡൂസ് ഉണ്ട് ഡോൺസ് ഉണ്ട്, അത് ഉമ്മ ഉണ്ടാക്കിയതോ വാപ്പ ഉണ്ടാക്കിയതോ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയതോ അല്ല, അത് എൻ്റെ റബ്ബിന്റെ കൽപ്പനയാണ്, എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതെല്ലാം മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയതാണ് എന്ന ബോധം നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഉള്ളതാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ഈ ഓഡിറ്റോറിയത്തിനകത്ത് നിന്ന് ഇറങ്ങിയ ഒരു കുട്ടിയും നാളെ നശിച്ചു പോവില്ല എന്ന് ഉറപ്പാണ്. ഒരു സംശയം വേണ്ട. അല്ലെങ്കിലോ നിങ്ങൾക്ക് ഇങ്ങനെ വരും തട്ടപ്പ്, ഇങ്ങനെ ഇങ്ങനെ ഇട്ടിന് അല്ലേ, ഇങ്ങനെ 4 മൂടിനെന്തിനാ? ഒരു പെൺകുട്ടി അടുത്ത് എന്താ മഫ്തറാത്തത്? മഫ്ത ഇങ്ങനെ ഇട്ടിട്ട് കണ്ണടമ്പിൽ ഇങ്ങനെ ഒരു അടയാളം വരിക. അപ്പൊ ഈ കുട്ടി മഫ്ത ഇടുന്നത് കണ്ണറിന് മുകളിൽ ഇങ്ങനെ ഒക്കെ അവിടെ ഇത്തിരിയെ കാണുള്ളൂ, സൈഡിൽ നിന്ന് ആരെയും വന്നാലൊന്നും കാണൂല. ഞാൻ ചോദിച്ചിട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് ഇട്ടോ, മുഖം കാണിക്കാം നിനക്ക്. ഇനി മുഖം
മുഖം കണ്ടോട്ടെ, നിന്റെ മുൻകൈ കണ്ടോട്ടെ, അതിന് പ്രശ്നമില്ല. നീ എന്തിനും ഇങ്ങനെ ഇട്ടത്? അത് സ്റ്റൈൽ എങ്ങനെയാണ്? 5-6 തട്ട്, 25 പിന്ന്, നല്ല സ്റ്റൈല്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട സാധനം ജീവിതമാണ്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുമ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള സാധനം എന്താ അറിയോ? ജീവിതം വളരെ പ്രധാനമാണ്. അത് 2 തരത്തിൽ ജീവിക്കാം. ഒന്ന്, ഇഷ്ടപ്പെട്ട് ജീവിക്കാം. 2, കഷ്ടപ്പെട്ട് ജീവിക്കാം. എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനമെടുക്കേണ്ടത് പ്രിയമുള്ള കുട്ടികളെ നിങ്ങളാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ജീവിതം 2 തരത്തിൽ ജീവിക്കാം. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജീവിക്കാം, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് ജീവിക്കാം. നാളെ പരലോകത്തും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജീവിക്കാം, നാളെ പരലോകത്ത് നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് ജീവിക്കാം. പരലോകത്ത് എങ്ങനെ ജീവിക്കാനാ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? എങ്ങനെ കഷ്ടപ്പെടാനോ? നരകത്തിൽ ഇങ്ങനെ കാത്തി അങ്ങനെ പിന്നെ ഇഷ്ടപ്പെടണം അല്ലേ? നമ്മുടെ ഇഹലോകത്തോ? വാട്ട് അബൌട്ട് ദിസ് വേൾഡ്? നീക്ക് ഇഷ്ടപ്പെട്ട് ജീവിക്കണം അല്ലേ? തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ഈ ഒഴുക്കിനനുസരിച്ച് പോവേണ്ട ആളല്ല നമ്മൾ. നമ്മുടെ സ്കൂളിലെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. കുട്ടി വന്ന് പറയാതാ, വേണ്ട കുപ്പായി മോളെ അത് ഡെല്ലടി, ആ ഷർട്ടിനൊക്കെ കുറച്ച് ഇറക്കം വേണം, നിന്നെ പിറകുന്ന് നോക്കുമ്പോ നിന്റെ ശരീരത്തിന്റെ എല്ലാം കാണുന്നു, അതുകൊണ്ട് മോളെ നീ ഒന്ന് വലിയ ഡ്രസ്സ് എന്ന് പറയുമ്പോ നമ്മുടെ അടുത്ത വാക്കെന്താ? ഉമ്മയോട് ബാപ്പയോട് എല്ലാവരും ഇതാടുണ്ട്, ഞാൻ മാത്രം ഒരു ഉമ്മനെ നോക്കാം എന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ മനസ്സിനകത്ത് വരേണ്ടത് എന്താണെന്നറിയോ? എല്ലാവരും പോലെ ജീവിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ. നമ്മൾ മുസ്ലിമാണ്. നമുക്ക് നമ്മുടേതായ വ്യക്തിത്വമുണ്ട്, നമ്മുടേതായ അസ്തിത്വമുണ്ട്. അത് പണയം വെച്ചുകൊണ്ടുള്ള ഒരു ഏർപ്പാടിന് നിൽക്കാൻ മതി, കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ അടുത്ത് കാര്യം വരില്ല. നിങ്ങളുടെ നേരെ കയ്യും ചൂണ്ടിയിട്ട് അസ്സലാമു അലൈക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു ആൺകുട്ടി വരൂല. നിങ്ങൾ അവനോട് പറയണം ഞാൻ മുസ്ലിമാണ് എന്ന്, എന്നെ തൊടാൻ പറ്റൂല എന്ന്, എന്റെ ഫോട്ടോ എടുക്കാൻ പറ്റൂല എന്ന്, എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല എന്ന്. സ്കൂളിൽ നാളെ നിങ്ങളെ ഒരുമിച്ച് ഇരുത്തുന്ന ഒരവസ്ഥയുണ്ടാകും. ആണിനും പെണ്ണിനും ഇടകലർത്തി ഇരുത്തിയാൽ മാത്രമേ ആ പെൺകുട്ടിന്റെയും ആൺകുട്ടിന്റെയും വ്യക്തിത്വം വളരൂ എന്നാണ് നമ്മുടെ ചില വിദ്യാഭ്യാസ വിശേഷന്മാരുടെയൊക്കെ കണ്ടുപിടുത്തം. നാളെ ഒരു ആൺകുട്ടിന്റെ അടുത്ത് നിങ്ങളെ കൊണ്ടുപോയി ഇരുത്തുമ്പോ ആ ടീച്ചറോട് നിങ്ങൾ പറയണം, പറ്റൂല ടീച്ചറെ, അത് ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ ഇരിക്കൂല, നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ഇരിക്കൂല എന്നതാണ് ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം, മുസ്ലിമിന്റെ അസ്തിത്വം. നാളെ ഇതിനെ പ്രതിരോധിക്കേണ്ടത് ഞാനല്ല, നാളെ പ്രതിരോധിക്കേണ്ടത് നിങ്ങളാണ് എന്ന ബോധമുണ്ടാവണം. അവിടെയാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ഈ ഓഡിറ്റോറിയത്തിൽ തീരുമാനിക്കേണ്ടത് അവിടെയാണ്. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ സഫീന എന്ന മുസ്ലിം യുവതി ഹിന്ദു ധർമ്മം സ്വീകരിച്ചു, അശ്വതി എന്ന പേര് സ്വീകരിച്ചു, വിജേഷിനെ വിവാഹം കഴിച്ചു. നഷ്ടപ്പെട്ടു പോയി ആ കുട്ടിയുടെ ജീവിതം. ഉമ്മാക്ക് ബാപ്പാക്ക് മാത്രമല്ല അവൾ നഷ്ടപ്പെട്ടു പോയത്, അവൾ നഷ്ടപ്പെടുത്തിയത് പരലോകമാണ്, അവൾ നഷ്ടപ്പെടുത്തിയത് അള്ളയെയാണ്, അവൾ നഷ്ടപ്പെടുത്തിയത് റസൂലിന്റെ അധ്യാപനങ്ങളെയാണ്. ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയത് അതാണ്. ഇനിയോ നിങ്ങൾക്ക് കാണാം, ഫിയ ഹിന്ദു മതം സ്വീകരിച്ച് ശബരീശനെ കല്യാണം കഴിച്ചു. ഓരോന്നും കാണാം, കണ്ടോ? ഒരുപാട് പാർട്ടികൾ ഈ ആണും പെണ്ണിനും ഇടകലർത്തണം എന്ന് നിർബന്ധമുള്ള പാർട്ടികൾ, രാജ്യം ഭരിക്കുന്നവർ അവരുടെ 2 ചോന്ന മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ ഏത് മിടുക്കി പെണ്ണിനെയും സുൽത്താനക്കും വിവേകിനും കല്യാണം കഴിക്കാമെന്ന് നിങ്ങളോട് നാളെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. കണ്ടോ? കല്യാണം ഇഷ്ടം പോലെ നടക്കുകയാണ്. സഖാവ് മിഥുനും സഖാവ് ഷെറീനിക്കും ഇൻഖിലാബ് സിന്ദാബാദ്, വിപ്ലവാഭിവാദ്യങ്ങൾ. നഷ്ടപ്പെടുത്തിയത് പരലോകമാണ്, നഷ്ടപ്പെടുത്തിയത് ഇഹലോകമാണ്. ഈ പാർട്ടിയിൽ എല്ലാവർക്കും കിട്ടൂല. നമുക്ക് ബോധമുണ്ടാവേണ്ടത് ഇങ്ങനെയാണ്. ഈ പെൺകുട്ടി പോയത് ആ ആൺകുട്ടിന്റെ കൂടെയാണ്. നമ്മൾ ചിന്തിക്കണം, ഓരോന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട എൻ്റെ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ജാഗരൂകരാവുക. പ്രിയപ്പെട്ട എൻ്റെ കുട്ടികൾ നാളെ സ്കൂളിൽ അംബാസഡർമാരാവുക. എന്താണ് തെറ്റ്, എന്താണ് ശരി എന്ന് അള്ളാഹ് പറഞ്ഞു വെച്ച, റസൂല് പഠിപ്പിച്ചു വെച്ച സാധനത്തെ കയ്യിലെടുത്തുകൊണ്ട് ഇതുമായി നാളെ തിങ്കളാഴ്ച സ്കൂളിന്റെ ക്യാമ്പസുകളിലേക്ക് വർദ്ധിത വീര്യത്തോടെ കടന്നു ചെല്ലാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കാവണം. അവിടെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ഇത് തെറ്റാണടി, ആരാ പറഞ്ഞത് തെറ്റാണ്, പറഞ്ഞു കൊടുക്കാനുള്ള ഊർജം നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് സ്വയം നന്നായി മിടുക്കരായി അടിപൊളിയായി നിങ്ങൾ മുന്നോട്ട് പോകണം. ഞാൻ ഇനിയും പറഞ്ഞാൽ എൻ്റെ സമയം അതിക്രമിക്കും. പറയാൻ എനിക്ക് ഇനിയുണ്ട്, ധാരാളം പറയാനുണ്ട് നിങ്ങളോട്. ഇന്ന്
ആവും വരെ പറഞ്ഞാലും തീരാത്തത്ര കഥകളും സംഭവങ്ങളുമുണ്ട്. പക്ഷേ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേരെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് രാവിലെ തുടങ്ങി ഉച്ച എത്തി നിൽക്കുന്ന ഈ പരിപാടി എത്തിയപ്പോൾ നിങ്ങൾക്ക് ചില കത്തലൊക്കെ കത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ടോ? ഇല്ലേ? ഒന്നും കത്തിയില്ലേ? എന്നാൽ ഇനി മണ്ണെണ്ണ വെച്ച് തീ കൊടുക്കേണ്ടി വരും. ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. കയ്യിലുള്ള ഈ സോഷ്യൽ മീഡിയയെ പ്രിയമുള്ള എൻ്റെ സഹോദരിമാർ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചുപയോഗിക്കണം. ജീവിതം നഷ്ടപ്പെട്ടു പോവാതെ നിങ്ങൾ വലിയ ഒരു ചിന്ത, ശ്രദ്ധ നിങ്ങൾക്കുണ്ടാവണം. എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നാളെ ഏറ്റവും മികച്ച പെൺകുട്ടികളായി, സ്ത്രീകളായി, പരലോകവും ഇഹലോകവും നേടുന്ന മക്കളായി, ബാപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി റബ്ബ് സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബന ഹബ് മിൻ അസ്വാജിന വദുരിയതിന ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.